ഹലോ, നമസ്കാരം. ഞാൻ സത്യം പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഒരു യാത്രയിലായിരുന്നു. മൂകാംബിക ഇങ്ങനെ ഒരു യാത്ര, ഒരു 3 ദിവസം അവിടെ ആയതുകൊണ്ട് തന്നെ ഈ ജന്തർ മന്ദറിലെ പോരാട്ടം നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അത് വിജയിക്കുന്നത് വരെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ സപ്പോർട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. വിജയിച്ചതിന് ശേഷമാണ് ഞാൻ അതിന് സന്തോഷമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടത്. പിന്നീട് ഞാൻ അത് വിജയിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ അധികം ഒരു പോസ്റ്റ് ഇട്ടു, അവിടെ തീർന്നു. അത് പിന്നെ ഞാൻ അധികം അങ്ങനെ എപ്പോഴും ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അപ്പൊ ഇന്നലെയാണ് ഒരു സുഹൃത്ത് എന്നെ വിളിച്ച്, അതായത് ഈ പ്രൊട്ടസ്റ്റിന് പോയവരിൽ ഒരു പെൺകുട്ടിയാണ് എന്നെ വിളിച്ച് പറയുന്നത്, ചേച്ചി ജാൻമണി പറഞ്ഞ ഒരു പ്രസ്താവന കേട്ടിരുന്നു, അത് വളരെ മോശമായി പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്, എന്താണ് ജാൻമണി പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവരെനിക്ക് കുറേ സംഭവങ്ങൾ അയച്ചു തന്നത്. അപ്പൊ എനിക്ക് സത്യത്തിൽ നല്ല നല്ല പ്രതിഷേധം എനിക്ക് തോന്നി. കാരണം പ്രധാനമന്ത്രിക്കെതിരെ എന്നല്ല, ഒരു മനുഷ്യനെതിരെയും അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു മനുഷ്യൻ പറയരുത്. അത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനൊരു പിന്നെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചപ്പോഴേക്കും ജാൻമണിക്കെതിരെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കേസ് ഫയൽ ചെയ്തതായിട്ടും പിന്നീട് ജാൻമണി മാപ്പ് പറഞ്ഞതായിട്ടുമുള്ള കുറേ സാധനങ്ങൾ ഇവരൊക്കെ തന്നെ ഞാൻ പൊതുവെ വളരെ കുറച്ച് സമയം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ പലരും അയക്കുന്നത് മാത്രമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഓക്കെ, അതെന്തായാലും എതിർക്കേണ്ടവരെല്ലാം എതിർക്കുകയും അതിനെതിരെ കേസെടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒപ്പം അവർ മാപ്പ് പറയുകയും ചെയ്തു. ഇന്നലെ ആണ് ഞാൻ TG മോഹൻദാസ് എന്ന അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനിടയായത്. അപ്പൊ ഞാൻ ഇതുപോലെ ആരോ ഇത് കണ്ടോ എന്ന് അയച്ചു തന്നപ്പോഴാണ് ഞാൻ അത് കാണുന്നത്. അപ്പൊ അത് അങ്ങോട്ട് നമ്മൾ തൊട്ടപ്പോഴേക്കും അതിന് പുറകെ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ, മീഡിയയുടെ വാർത്തകളും എല്ലാം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നി അത് കുറച്ച് നിസ്സാരവൽക്കരിച്ചു കൊണ്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത്. അതങ്ങനെയല്ല, അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ മുൻപെപ്പോഴോ, എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം മുമ്പ് ഏതോ 1-2 വീഡിയോ കണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം അദ്ദേഹം പിന്തുടരുന്ന പ്രസ്ഥാനം ഏതാണെന്നും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ചില കാര്യങ്ങൾ, വളരെ അപൂർവം ചില കാര്യങ്ങൾ എനിക്ക് തോന്നാറുണ്ട് നന്നായി പറഞ്ഞു എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇന്നലെ പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യാറൊന്നുമില്ല, എനിക്ക് അദ്ദേഹത്തിന്റെ വാർത്തകളൊന്നും വരാറുമില്ല. ഇന്നലെ അതായത് ജന്തർ മന്ദറിൽ സമരത്തിന് പോയ ആളുകളെ കുറിച്ച്, അദ്ദേഹമായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും നേരത്തെ വെടിവെച്ച് എല്ലാത്തിനെയും കൊന്നിടുമായിരുന്നു എന്ന് ആദ്യം ഒരു പ്രസ്താവന പറഞ്ഞു. ഭാഗ്യം അദ്ദേഹം ഒരു പദവികളിലും ഇരിക്കാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ എന്തായനെ, നമ്മൾ ഈ വർത്താനം പറയുന്നവരൊക്കെ അദ്ദേഹം വെടിവെച്ച് കൊന്നു കൂട്ടിയേനെ. കാരണം അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഒരു നിയമ നടപടികളും ഉണ്ടാവില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കുന്നത്. രണ്ടാമത് വീണ്ടും അതിനേക്കാൾ ഗുരുതരമായ ഒരു വിഷയം അദ്ദേഹം പറയുന്നത്, അവിടെ വന്ന പെൺകുട്ടികളെ എല്ലാം ബലാത്സംഗം ചെയ്യണം, അങ്ങനെ ചെയ്താലും ആരും പരാതി പറയില്ല എന്ന്. സർ, മോഹൻദാസ് സർ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ബലാത്സംഗം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? അറിയാമോ സർ? ഒരാളെ ബലമായി അവളുടെ സമ്മതമില്ലാതെ അവളെ കീഴ്പ്പെടുത്തുന്നതിനെയാണ് ബലാത്സംഗം എന്ന് പറയുന്നത്.
അതാണോ നിങ്ങൾ പിന്തുടരുന്ന പ്രസ്ഥാനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ പിന്തുടരുന്ന പ്രസ്ഥാനം അങ്ങനെയാണോ? പ്രതികരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഇന്ത്യയിലെ സ്ത്രീകളെ മുഴുവനും വെടിവെച്ച് കൊല്ലൂ സർ. കാരണം നമുക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റ് എന്ന് പറയാനും നിങ്ങൾ ശരി ചെയ്താൽ ശരി എന്ന് പറയാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങൾക്ക് വേണം എന്നല്ല, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടത്. പക്ഷെ അത് ഞങ്ങൾ തരില്ല. നിങ്ങളെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ബലാത്സംഗം ചെയ്യും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും എന്ന് പറയുന്നതാണോ താങ്കളുടെ പ്രസ്ഥാനം പറയുന്ന വാക്കുകൾ? ഇപ്പൊ താങ്കളുടെ പ്രസ്ഥാനം തന്നെ താങ്കളെ തള്ളി എന്ന് ഞാനൊരു വാർത്ത കണ്ടു. അതായത് താങ്കൾ പറയുന്നത് താങ്കൾ RSSകാരനാണെന്ന്. അപ്പൊ RSS തന്നെ താങ്കളെ തള്ളി എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. പക്ഷേ മോഹൻദാസ് സാർ, എനിക്ക് താങ്കളോട് വീണ്ടും ചോദിക്കാനുള്ളത്, താങ്കളുടെ കുടുംബത്തിൽ സ്ത്രീകളേ ഇല്ലായിരുന്നു? താങ്കൾ ഇങ്ങനെ ആകാശത്തുനിന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട് ഈ ഭൂമിയിൽ വന്നിറങ്ങിയ ഒരു പുരുഷ കേസരിയാണോ? എങ്ങനെയാണ് സാർ ഒരമ്മ പ്രസവിച്ച് ഒരു സഹോദരി ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, അറ്റ്ലീസ്റ്റ് കസിൻസ് എങ്കിലും ഉണ്ടാവുമല്ലോ. ഇനി പെൺമക്കൾ ഉണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയില്ല. അവരോടൊക്കെ താങ്കൾ പറഞ്ഞ ഈ സെന്റൻസ് ഒന്ന് കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് എന്താണ് അമ്മേ നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങൾക്ക് കുഞ്ഞമ്മയോ അമ്മായിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, മക്കളുണ്ടെങ്കിൽ പെൺമക്കളുണ്ടെങ്കിൽ സഹോദരി ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കൂ, ഞാൻ ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ആ സ്ത്രീകൾ അതേടാ അവരൊക്കെ ബലാത്സംഗം ചെയ്യേ എന്ന് അവർ പറയുമോ? സാറിന് തോന്നുന്നില്ലേ സാറ് അറിയാതെ വായിൽ നിന്ന് വന്നുപോയ ഒരു വാക്കാണെന്ന്? സാർ അത് സത്യത്തിൽ സാറ് മാപ്പ് പറയേണ്ട ഒരു വാക്കാണ്. സാറ് ഈ നാട്ടിലെ സ്ത്രീകൾ, അതായത് താങ്കൾ പിന്തുടരുന്ന പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്നവര് ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ പോലും ബലാത്സംഗത്തെ അനുകൂലിക്കുന്നവരല്ല, ഒരിക്കലും ആവില്ല. ഒരു സ്ത്രീ ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഉള്ളിലുണ്ടാകുന്ന വേദന, ആ വികാരം അത്രയും കാഠിന്യത്തോടെ പുരുഷന്മാർക്ക് വരില്ല. ഇന്ന് ഈ നിങ്ങളുടെ പ്രസ്ഥാനത്തിനെയൊക്കെ പിന്തുടരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ ജാൻമണി ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് സർ? ഗോവിന്ദച്ചാമി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു, അപ്പൊ നിങ്ങളും ചെയ്യൂ? ഒരാൾ ഒരു ക്രൂരത കാണിച്ചാൽ, ഒരു മണ്ടത്തരം കാണിച്ചാൽ, ഒരു എന്താ പറയാ രാജ്യദ്രോഹം ചെയ്താൽ തിരിച്ചു നിങ്ങളും ചെയ്യൂ? ഇതാണോ സാർ നിങ്ങൾ ജനങ്ങൾക്ക് തരുന്ന സേവനം? ഇങ്ങനെയാണോ ഇനി നമ്മൾ മുൻപോട്ട് പോകാൻ പോകുന്നത്? നീ വാ തുറന്നാൽ നിന്നെ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യും. ഏത് രാജ്യത്താണ് സാർ നമ്മൾ ജീവിക്കുന്നത്? സാർ എവിടെയാണ് സാർ? നമ്മൾ കേട്ടിട്ടുണ്ട് UAE പോലെയുള്ള കൺട്രിയിലൊക്കെ സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ വളരെ ശക്തമായി അവർക്കെതിരെ നടപടിയെടുക്കും, നല്ലതും ചെയ്ത് അവരെ പിടിച്ചകത്താക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല അത് സത്യമാണോ ഇല്ലയോ എന്ന്. അതാണോ അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പഴയ രാജഭരണം ഇവിടെ കൊണ്ടുവരണം എന്നാണോ? പക്ഷെ അന്ന് രാജാക്കന്മാരും ആരെയും ബലാത്സംഗം ഒന്നും ചെയ്തിട്ടില്ല സർ. കൂടിപ്പോയ കൊന്നു കളയുമായിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരെയും കൊന്നു കളയുമോ സാർ? അതാണോ സാറിന്റെ ആ പ്രസ്താവനയിൽ കൂടി ഉദ്ദേശിച്ചത്? സാർ, വേദനയുണ്ട് സാർ, ഞങ്ങൾക്ക് ഭയമുണ്ട്. ആ ഭയം വേണമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ആ ഭയം കൊണ്ട് ഞങ്ങളാരും ആത്മഹത്യയൊന്നും ചെയ്യില്ല.
അതൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ അതിനെതിരെയും പോരാടും, അത് വേറെ കാര്യം. ഇപ്പോ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്തില്ലേ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി? താങ്കൾക്ക് വേണ്ടിയും ഒരു കൂട്ടം സ്ത്രീകൾ തെരുവിലിറങ്ങി പോരാടും. പോരാടാനുള്ള ആർജവം ഇവിടെ ഓരോ പെൺകുട്ടിക്കും, ഓരോ അമ്മമാർക്കും, ഓരോ സഹോദരിമാർക്കും ഉണ്ട് സർ. അതുകൊണ്ട് തന്നെ സാർ മനസ്സിലാക്കണം, സാർ പറഞ്ഞത് അതിര് കടന്നുപോയി എന്നും അബദ്ധം പറ്റിപ്പോയി എന്നും ശ്രീ മോഹൻദാസ് സാർ പറയണം. ഇപ്പോ ചിലരൊക്കെ ഉണ്ട്, സംഘപരിവാറിന്റെ ആൾക്കാരും അതല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരും എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും കുറെ തെറി വീഡിയോ. അങ്ങനെ എനിക്ക് തെറിയൊന്നും പറയാൻ എനിക്ക് സാധിക്കില്ല സാർ. ഇതിന് താഴെ ഏതെങ്കിലും ഒരുത്തം വന്നാൽ യൂട്യൂബറിന് ഒരു സാധനം കൊണ്ടിടും, അത്രയൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ. എനിക്കറിയാം അന്ന് ഞാൻ എന്താ അവിടെ പറഞ്ഞതെന്ന്. അതുകൊണ്ട് ഈ താഴെ വന്ന് ഈ മോശം ഭാഷ ഉപയോഗിക്കുന്നവരുടെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരം. അതുകൊണ്ട് ശ്രീ മോഹൻദാസ് സാർ, താങ്കളുടെ വീഡിയോയിൽ പലപ്പോഴും ഭാരത സംസ്കാരത്തെക്കുറിച്ച് താങ്കൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതാണോ ഭാരത സംസ്കാരം? സ്ത്രീകളെയെല്ലാം ബലാത്സംഗം ചെയ്യണം എന്ന് പറയുന്നതാണോ സാർ ഭാരത സംസ്കാരം? സ്ത്രീകൾ ഇങ്ങനെ കുനിയുമ്പോൾ എന്തൊക്കെയാണ് സാർ പറയുന്നത്? സാറിന്റെ പ്രായം എന്താണ്? അവിടെ സമരം ചെയ്ത പെൺകുട്ടികളുടെ മുത്തശ്ശനാവാനുള്ള പ്രായമായില്ലേ സാർ? ആ ഒരു മുത്തശ്ശനാണ് ഇരുന്ന് ഈ എന്താ പറയാ ഇത്തരം മോശമായ വാക്കുകൾ പറയുന്നത്. സങ്കടം തോന്നി സാർ. താങ്കൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി താങ്കൾക്ക് എല്ലാവരെയും വിമർശിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത്തരം പ്രസ്താവനകൾ അത് അപകടമാണ് സർ, വളരെ അപകടമാണ്. അതുകൊണ്ട് സർ അതിന് മാപ്പ് പറയുക തന്നെയാണ് ഒരു പ്രതിവിധി എന്ന് ഞാൻ പറയുന്നു. താങ്കൾ മാപ്പ് പറയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെന്റെ പ്രതിഷേധമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഏത് വിഷയത്തിനും എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്ന ഒരാളാണ്. അത് ചിലതിന് പറഞ്ഞില്ല, ചിലതിന് പറഞ്ഞു എന്ന്, അത് എനിക്ക് പറയണം എന്ന് എൻ്റെ ഉള്ളിൽ തോന്നുന്ന വിഷയങ്ങൾക്കാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കുറെ പേര് പറയും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം. പണ്ട് ഒരു വടക്കാഞ്ചേരി ബലാത്സംഗ കേസിന് ഞാനൊരു കുട്ടിക്ക് വേണ്ടി ഒരു പത്രപ്രസ്താവന നടത്തിയത് നിങ്ങൾക്ക് അറിയാമോ? ആർക്കെതിരെയായിരുന്നു അത്? അത് തൃശ്ശൂരിലുള്ള ഒരു കൗൺസിലർക്കെതിരെയായിരുന്നു, അല്ലേ? ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള ഒരു കൗൺസിലർക്കെതിരെയായിരുന്നു. ആ ആളിന്ന് എവിടെ പോയി? അന്ന് നിങ്ങൾ BJPയും RSSും ഒക്കെ എന്നെ വാനോളം പുകഴ്ത്തി. എന്നിട്ട് എനിക്ക് വേണ്ടി പോസ്റ്റൊക്കെ നിങ്ങൾ ഇറക്കി. ഭാഗ്യലക്ഷ്മി അംബാസിഡർ കാർ അടുത്തേക്ക് വരുമ്പോൾ സൂക്ഷിക്കുക. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആ പോസ്റ്റർ. സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോ നിങ്ങൾക്ക് എതിരെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങളുടെ എതിരഭിപ്രായം പറയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ബലാത്സംഗം ചെയ്യും, അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലും. ഇതെന്ത് ന്യായമാണ് സാർ? ഇതെന്ത് ജനാധിപത്യമാണ് സാർ? ഇവിടെ ജനാധിപത്യം ഉണ്ടോ? വളരെ സംശയം തോന്നുന്നു സാർ. എന്തൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് സാർ താങ്കളൊക്കെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കി വിടുന്നത്. സങ്കടം കൊണ്ട് പറയുകയാണ്, രോഷം കൊണ്ട് പറയുകയാണ്. ഇത് താങ്കൾ തിരുത്തുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടോ കോൺഗ്രസ്സുകാരിയായിട്ടോ ഒന്നുമല്ല ഇത് സംസാരിക്കുന്നത്. ഈ രാജ്യത്തെ ഒരു സ്ത്രീ, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് പറയുന്നത്.